ഹലോ ഗൈസ്, ഞാനൊരാളെ കാണിച്ചു തരാം കേട്ടോ. യാസിനെ, ഞാനേ നമ്മുടെ ടെറസ് ഒന്ന് കാണിച്ചു കൊടുത്തോട്ടെ ഗൈസിന്? യെസ്. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ ടെറസ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ടെറസ്. ഞങ്ങൾ കുടയൊക്കെ ചൂടിയായിട്ട് നിൽക്കണം. മഴ പെയ്യണുണ്ട്, കണ്ട. നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷെ ഞങ്ങൾക്ക് നല്ലോണം കാണുന്നതാണ്. ഇതാണ് ഞങ്ങളുടെ ടെറസ്. അയ്യോ ഗൈസ്, ഞാനിപ്പോൾ പറന്നു പോയാൽ എന്നെ വലിച്ചോണ്ട് ഗൈസ് കുട പോണത്. അപ്പോൾ ഗൈസ് ഇങ്ങോട്ടും അയ്യേ, ഇതാണ് നിങ്ങളുടെ ടെറസ് എന്നായിരിക്കില്ലേ നിങ്ങൾ ചിലവരൊക്കെ ഓർത്തേക്കുന്നത്. ഈ ടെറസിൻ്റെ പേരല്ല, ഈ ടെറസിന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന. എനിക്ക് ഇവിടെ വന്ന് നിൽക്കണമെന്ന് ചിലവർക്ക് തോന്നിയിട്ടുണ്ടാവും. ഇത് ഞങ്ങൾ എന്തിനാന്ന് വെച്ചാൽ അവിടെ കെട്ടാനായിട്ടാണ്. 2022 ഈ യാസിൻ്റെ പൊക്കത്തെ വീട് കെട്ടിയത് 2022 അത് കാരണം അങ്ങനെയൊക്കെയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് കാരണമാണ് അത് കെട്ടാഞ്ഞത്. അച്ഛൻ പറഞ്ഞു അങ്ങാടൊന്നും പോകണ്ട, ഇവിടെ തന്നെ നിന്നാൽ മതി. അവിടുത്തെ കാർമേഘം കണ്ടില്ലേ ഗൈസ്? എന്നെ കൊടയൊക്കെ പറഞ്ഞ് ഞാൻ വീണു ഗൈസ്. അതാണ് ഞാൻ വീഴാൻ പോയപ്പോഴാണ് എന്തേ ഒരാൾ കോഴിക്കുട്ടി ജയിലിലിട്ടേക്കുവാ ഞാൻ ഡാ. യെസ് ഗൈസ്, ഇത് ഞങ്ങളുടെ പഴയ കോഴിക്കൂടാണ് കേട്ടോ ഗൈസ്. താഴെ ഒരെണ്ണമുണ്ട്. ഞങ്ങൾക്കൊരു പെടക്കോഴി, ഒരു പൊങ്കോഴി ഉണ്ടായിരുന്നു. ഇത് ആവശ്യത്തിന് വേണ്ടി പഴയതാണ്. ഇവിടെ ഞങ്ങൾ തുണി വിരിച്ചിടും. ഈ അഴ ഞങ്ങൾ പൊട്ടിച്ചെടുത്തു. ഞാനല്ല കേട്ടോ, യാസീനുണ്ട് പൊട്ടിച്ചത്. ഇപ്പൊക്കെ താഴെയുണ്ട്. പറ്റിച്ചാണ് ഗൈസ്. ഇത് കാറ്റടിച്ചാൽ പൊട്ടിപ്പോയതാണ്. അത് കണ്ടില്ലേ ഗൈസ്, മരമൊക്കെ നല്ല കാറ്റുണ്ട് ഗൈസ്. ഇവിടെ നിൽക്കാനേ പറ്റത്തില്ല കേട്ടോ. അവിടെ കണ്ട കാർമേഘങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കണേണ്ട. നമുക്കത് ശ്രദ്ധിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഞങ്ങൾക്കിവിടെ. ഇനി ഗൈസ് ഞാൻ കയറിയിട്ട് കാണിച്ചു തരാം.